അപ്പൊ ആലമീങ്ങളുടെ ഉടമക്കാരനായ റബ്ബ് എന്ന് പറയുന്നിടത്ത് ആലമീനയിൽ ആരൊക്കെ പെടുമോ അവരൊക്കെയും ഉദ്ദേശിച്ചു തന്നെയാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ. ആലമീങ്ങൾക്കൊക്കെ റഹ്മത്താകുന്നു മുഹമ്മദ് മുസ്തഫ. നമുക്ക് മനസ്സിലാക്കാം, അല്ലാഹുവല്ലാത്തതൊക്കെ ആണ് ആലം. അല്ലാഹുവല്ലാത്ത എല്ലാത്തിനെയും പടച്ചവനാണ്. അതുകൊണ്ട് യജമാനൻ അവനാണ്. അതിന്റെ ശേഷം ഒക്കെ ഉണ്ടായുള്ളൂ. കാനല്ലാഹ് വലം യകുൻ ശൈ. അല്ല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒന്നും ഉണ്ടായിരുന്നില്ല. ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നിടത്ത് ലേശം തിരുത്തുണ്ട് നമ്മൾ. ഇബ്നു തൈമിയ പറയുന്നത് ആദിയില്ലാത്ത കുറെ പടപ്പുകൾ അള്ളാന്റെ കൂടെ ഉണ്ട്. ആദിയില്ലാത്ത കുറെ പടപ്പുകൾ, ശ്രദ്ധിക്കേണ്ട വിഷയം അത്. ആദിയില്ലാത്ത കുറെ പടപ്പുകൾ അള്ളാഹുവിന്റെ കൂടെയുണ്ട്. കാനല്ലാഹ് വലം യകുൻ ശൈ എന്ന ഭാഗം ഇബ്നു തൈമിയക്ക് സ്വീകാര്യമല്ല. കാനല്ലാഹ് അള്ളാഹ് ഉണ്ടായിരുന്നു. അള്ളാഹ്ളപ്പം തന്നെ വേറെ കുറെ ഹവാദിസുകളും ഉണ്ട് എന്നാ. പക്ഷെ അത് ഹവാദിസാണ്, ഖദീം അല്ലാഹ് മാത്രം. ഇവിടെയല്ല, കാനല്ലാഹ് വലം യകുൻ ശൈ, അള്ളാഹ് ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ആ കാലത്ത് ഉണ്ടാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തെയും ഭൂമിയെയും എല്ലാം സൃഷ്ടിച്ചു എന്ന് ഉൽപ്പത്തി പറയുന്നു. ലോകോൽപ്പത്തിയുടെ ചരിത്രം ലോകത്തിനൊട്ടാകെ കിട്ടുന്നത് ക്രിസ്ത്യാനികളുടെ വേദഗ്രന്ഥമായ പഴയ വേദത്തിലെ പ്രഥമ ഗ്രന്ഥമായ ഉൽപ്പത്തി വേദത്തിൽ നിന്നാണ്. ഉൽപ്പത്തി അതിൽ പറയാൻ തുടങ്ങുന്നത് ആദിയിലൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ ദൈവം ആകാശത്തെ സൃഷ്ടിച്ചു. ആദിയിലൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ ദൈവം ആകാശത്തെ സൃഷ്ടിച്ചു. എങ്ങനെ വന്നാലും തെറ്റാ. എങ്ങനെ വന്നാലും ഈ ആശയം ഇസ്ലാമികമായി തെറ്റാണ്. ആദിയിൽ നിന്നും ഉണ്ടായിരുന്നില്ലാത്തായിരുന്നു പ്രഥമമായി സൃഷ്ടിച്ചത് ആകാശമാണെന്ന് ഇസ്ലാമികമായിട്ടുള്ള ഹദീസിൽ എവിടെയില്ല. വെള്ളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, കലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ലൗഹാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, വിവിധ ഹദീസുകളുണ്ട്. ആകാശമാണ് ആദ്യം പടച്ച സൃഷ്ടിയതില്ല. എങ്കിലും ഈ ഉൽപ്പത്തിമല നമ്മളെ ലോകം പോവുക. ആദിയിൽ ലോകം ഒന്നും ഉണ്ടായിരുന്നില്ല, ആകാശം സൃഷ്ടിച്ചു. ഇരിക്കട്ടെ, ഈ പറഞ്ഞ ലോകത്തെയൊക്കെ സൃഷ്ടിച്ച നാഥൻ ലോകങ്ങളുടെയൊക്കെ യജമാനനാണ്. അപ്പൊ ആ ലോകങ്ങളുടെയൊക്കെ റഹ്മത്തുമാണ് മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ വരുന്നത് എപ്പോഴാ? മുഹമ്മദ് നബിയെ റസൂലാക്കുന്നത് നമ്മളെ ജമാഅത്തുകാരനും മുജാഹിദിനും 40 കൊല്ലം നബി ആരുമല്ല. 40 കൊല്ലം നബി ആരുമല്ല. നബി ആരാണ് എന്ന് ചോദിച്ചാൽ പറയുന്ന മറുപടി അബ്ദുല്ലാന്റെ മകൻ മുഹമ്മദ്. അത് റസൂലുള്ള ആരാണെന്ന ചോദ്യത്തിന്റെ മറുപടിയാണ്. മൻ ഹു, റസൂലുള്ള ആരാവുന്നു. മാ ഹു, റസൂലുള്ള എന്താവുന്നു. റസൂലുള്ള എന്താവുന്നു എന്ന ചോദ്യത്തിന്റെ മറുപടി നമ്മൾ വേറെ പഠിക്കണം. റസൂലുള്ള ആരാവുന്നു എന്ന ചോദ്യത്തിന്റെ മറുപടി മുഹമ്മദ് ബിൻ അബ്ദുല്ല എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാന്റെ മകൻ മുഹമ്മദ് അബ്ദുള്ളയിൽ നിന്ന് പൊട്ടിമുളച്ചു എന്നുള്ള മാതിരി അബ്ബല് സംസാരിക്കുക. അതിന്റെ മുമ്പ് നബി ഇല്ല, അബ്ദുള്ളയിൽ നിന്ന് നബി വന്ന്. 40 കൊല്ലം നബി ഒന്നും അല്ല. 40 കൊല്ലം കഴിഞ്ഞ് നുബുവത്ത് കിട്ടി. അവിടുന്ന് ഇങ്ങോട്ടുള്ള റിസാലത്ത് കിട്ടി. അവിടുന്ന് ഇങ്ങോട്ടുള്ള ആലമീങ്ങളായ മനുഷ്യർക്കല്ലേ മുഹമ്മദ് നബി റസൂലുള്ളൂ. ഇവരുടെ ഭാഷയിൽ ജിന്നുകൾക്കും അല്ലേ മുഹമ്മദ് നബി റസൂലുള്ളൂ ഇവരുടെ ഭാഷയിൽ. അല്ല പറയുന്ന എന്താ ഈ ആയത്തിൽ? സമസ്ത ലോകങ്ങൾക്കും റസൂലാണ്, സമസ്ത ലോകങ്ങൾക്കും റഹ്മത്താണ്. നമ്മൾ ആലോചിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ചെറുപ്പക്കാർ നല്ലവണ്ണം ഈ ആയത്ത് ആലോചിക്കണം. ഒറ്റയടിക്ക് പരിഭാഷ വായിച്ചിട്ട് ആയത്തിന് തിരിഞ്ഞു മുഴുവൻ മനസ്സിലായി എന്ന് പറഞ്ഞു പോകരുത്. റബ്ബുൽ ആലമീനായ അല്ലാഹു റബ്ബായിരിക്കുമ്പോ അവന്റെ സൃഷ്ടികളായിട്ട് വരുന്ന ആലമീന എന്നതിൽ എല്ലാ പടപ്പുകളും പെട്ടെങ്കിൽ അതുപോലെ തന്നെ സകല പടപ്പുകളും പെട്ടില്ലേ റഹ്മത്തുൽ ലിൽ ആലമീൻ എന്ന ആലമീനയിൽ പെട്ടു. ഇത് തിരിയണമെങ്കിൽ എന്ത് വേണം? ആലമീങ്ങളിലേക്കൊക്കെയും റസൂലാണെന്ന് വരണം. ആലമീന എന്നത് അർശ് ആലമിൽപ്പെട്ടതാണ്, കുർസി ആലമിൽപ്പെട്ടതാണ്, കലം ആലമിൽപ്പെട്ടതാണ്, സ്വർഗം ആലമാണ്, നരകം ആലമാണ്, ആകാശം ആലമാണ്, ആകാശത്തിലെ മലക്കുകൾ ആലമാണ്, കല്ലും മണ്ണും മരവും ആലമാണ്, ഹിംസ്ര ജന്തുക്കൾ ആലമാണ്, സമുദ്രത്തിലെ മത്സ്യങ്ങൾ ആലമാണ്, മുത്തും പവിഴവും ആലമാണ്, എല്ലാം ആലമാണ്. ഈ ആലമുകൾക്കൊക്കെ അള്ളാഹുവിന്റെ റസൂലാണ്. 40 വയസ്സ് കഴിഞ്ഞിട്ട് കിട്ടുന്ന റിസാലത്താണോ ഇത്? 40 വയസ്സ് കഴിഞ്ഞിട്ട് കിട്ടുന്ന റിസാലത്താണെങ്കിൽ നബിക്കു ശേഷം വന്നവർക്കല്ലേ ഇതാവൂ? നബിന്റെ മുമ്പുള്ളവർക്ക് എങ്ങനെയാണ് നബി റസൂലാകുന്നത്? നബിന്റെ മുമ്പുള്ളവരായ മനുഷ്യരിരിക്കട്ടെ, മലക്കുകളിലേക്ക് എങ്ങനെയാണ് റസൂലാകുന്നത്? മലക്കുകളിരിക്കട്ടെ, മലക്കുകൾക്ക് മുമ്പ് അല്ലാഹു തആല പടച്ചിട്ടുള്ള വസ്തുക്കൾക്ക് എങ്ങനെയാണ് റസൂലാകുന്നത്? അപ്പൊ ഇവർക്കൊക്കെ റസൂലാകണമെങ്കിൽ അല്ലാഹു തആലാന്റെ റസൂലിന്റെ റിസാലത്തിന് നല്ല പഴക്കണ്ട്. അവർക്കൊക്കെ റസൂല് കരുണയാകണമെങ്കിൽ എങ്ങനെ കരുണയാകാം? നമ്മളെ പുത്തൻവാദികൾക്ക് അവിടെ ഉണ്ടെന്ന് എന്താണെന്നറിയോ? നല്ല രസാ. ഇവിടുത്തെ മീനുകളെ
അനാവശ്യമായി വേട്ടയാടരുത് എന്ന് പഠിപ്പിച്ചത് നബി തങ്ങളാണ്. അതുകൊണ്ട് മീനുകൾക്ക് അനുഗ്രഹമാണ് നബി. ഇവിടുത്തെ സാധനങ്ങളെ നിഷ്കരുണം കൊല്ലരുത് എന്ന് പഠിപ്പിച്ചത് നബിയാണ്. അതുകൊണ്ട് നബി അതിനും കരുണയാണ്. ഇവിടുത്തെ ഉറുമ്പുകളെ കൊല്ലരുത് എന്ന് പഠിപ്പിക്കുന്നത് നബിയാണ്. അതുകൊണ്ട് നബി അതിനും കരുണയാണ്. ഇങ്ങനത്തെ ജീവജാലങ്ങളോടൊക്കെ മര്യാദയിൽ നിൽക്കാൻ പഠിപ്പിച്ചതുകൊണ്ട് അതിനൊക്കെ നബിയാവുന്നു, റഹ്മത്താവുന്നു. റോട്ടിലൊക്കെ മരം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ മരങ്ങൾക്കൊക്കെയും ഈ പ്രകൃതിയെ, അതിന്റെ സന്തുലിതത്വത്തെ നിലനിർത്തുന്നതിൽ ഏറ്റവും വലിയ സ്വാധീന ശക്തിയായി നിൽക്കുന്ന മരങ്ങളോട് അനാദരവ് കാണിക്കരുത് എന്ന് പഠിപ്പിച്ചിട്ടുള്ള നബിയാണ്. അതുകൊണ്ട് നബി അവർക്ക് അനുഗ്രഹമാവുന്നു. ഇതൊക്കെ 40 വയസ്സ് കഴിഞ്ഞ് റിസാലത്ത് കിട്ടി പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടേ ആവുള്ളൂ. അതിന്റെ മുമ്പ് ആലം ഇതുവരെ എത്ര ആയിരം ആലമുണ്ട്. എങ്ങനെയാണ് ഇവക്കൊക്കെ റസൂലാവുക? പടപ്പുകളുടെ ആസകത്തിലേക്കും ഞാൻ റസൂലാകുന്നു. സ്വഹീഹ് മുസ്ലിം നബിന്റെ സവിശേഷതകൾ വിവരിക്കുന്ന ഹദീസ്, പടപ്പുകളെല്ലാവരിലേക്കും ഞാൻ റസൂലാകുന്നു. എങ്ങനെ നബി റസൂലാകും? അപ്പോഴാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അടിസ്ഥാനപരമായ ഉൽപ്പത്തി ചരിത്രം ഇവിടെ വിശ്വസിക്കേണ്ടി വരുന്നത്. എന്താ ലോകോൽപ്പത്തിയുടെ ചരിത്രം? അവ്വലുമാ ഖലഖല്ലാഹ്, അല്ലാഹു ആദ്യം പടച്ചത് എന്ത്? ഇത് മുസ്ലിം വേറെ പഠിക്കണം. ബൈബിളിലെ ഉൽപ്പത്തി എന്നല്ല പഠിക്കേണ്ടത്. ജാബിർ റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എന്താണ് അല്ലാഹു ആദ്യം പടച്ചത്? അപ്പൊ ജാബിറിനോട് നബി തങ്ങൾ പറഞ്ഞു, അവ്വലുമാ ഖലഖല്ലാഹു നൂരി, എന്റെ വെളിച്ചമാകുന്നു, എന്റെ ഒളിവാകുന്നു അല്ലാഹു ആദ്യം പടച്ചത്. സുന്നി മദ്രസകളിലൊക്കെ പഠിപ്പിക്കുമ്പോൾ ദീനിയാത്ത് 1-ാം പാഠം 1 അല്ലാഹു തആല, അല്ലാഹുവിനെ പഠിപ്പിക്കും. പാഠം 2 നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 2-ാമത്തെ പാഠം നബിയെക്കുറിച്ച്. നബിയെക്കുറിച്ച് എന്താ പറയാ? നമ്മുടെ നബി, അല്ലാഹു ആദ്യം പഠിച്ചത് നമ്മുടെ നബിയുടെ ഒളിവാകുന്നു. സമസ്തന്റെ പാഠപുസ്തകത്തിൽ ഇതുണ്ട്, സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡ് പാഠപുസ്തകത്തിലുണ്ട്, സുന്നി വിദ്യാഭ്യാസ ബോർഡുകൾ ഇറക്കുന്ന പാഠപുസ്തകത്തിലൊക്കെയും അല്ലാഹുവിന്റെ റസൂലിന്റെ ഒളിവാണ് ആദ്യ സൃഷ്ടി എന്ന് കാണും. അതിനെ പല ഭാഗങ്ങളാക്കി തിരിച്ചിട്ട് അതിൽ നിന്നാണ് ലൗഹ് പടച്ചത്, അതിൽ നിന്നാണ് കലമ് പടച്ചത്, അതിൽ നിന്നാണ് സ്വർഗം പടച്ചത്, അതിൽ നിന്നാണ് നരകം പടച്ചത്, അതിൽ നിന്നാണ് കാട്ടുജീവികളെ പടച്ചത്, അതിൽ നിന്നാണ് സമുദ്രം പടച്ചത്, അതിൽ നിന്നാണ് സമുദ്രജീവികളെ പടച്ചത്. ഇതിങ്ങനെ വിശദീകരിച്ചിട്ട് തന്നെ കിസ്മുകളാക്കി ഓഹരിയാക്കി വിഹിതം വെച്ചിട്ട് അതിൽ നിന്നാണ് പടച്ചതെന്ന് അള്ളാന്റെ റസൂൽ വിവരിക്കുന്നുണ്ട് ജാബിർ എന്നവരുടെ ഈ ഹദീസിൽ. ഹാഫിദ് അബ്ദുർ റസാഖ് തന്റെ മുസന്നഫിൽ തന്റെ ഏറ്റവും പ്രസിദ്ധമായ, ഏറ്റവും പ്രഗത്ഭമായ, അംഗീകൃതരായ, ബുഖാരിയും മുസ്ലിം ഒക്കെ അംഗീകരിക്കുന്ന റാവികൾ 4 പേർ മാത്രം ഉൾക്കൊള്ളുന്ന സനദിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഹദീസിന്റെ അടിസ്ഥാനമില്ലെങ്കിൽ അള്ളാന്റെ റസൂല് ആലമീങ്ങൾക്കൊക്കെ കരുണയാണ്, റഹ്മത്താണ് എന്ന് പറയുന്നത് മുജാഹിദും ജമാഅത്തും വിശദീകരിക്കട്ടെ, പ്രബന്ധത്തിൽ വിശദീകരിക്കട്ടെ, അല്ലെങ്കിൽ പ്രസംഗത്തിൽ വിശദീകരിക്കട്ടെ, എങ്ങനെ കരുണയാകുമെന്ന്. ലോകങ്ങൾക്കൊക്കെ അള്ളാഹുവിന്റെ റസൂല് കരുണയാകണമെങ്കിൽ നബി ഉണ്ടാകുന്നതിന് മുൻപുള്ള ലോകങ്ങൾ, നബിയുടെ ശേഷം പടച്ചിട്ടുള്ള ലോകങ്ങൾ എല്ലാവർക്കും റസൂൽ റഹ്മത്താകണമെന്നുണ്ടെങ്കിൽ നബിയുടെ ശരീരത്തിന്റെ ആ ഒളിവിൽ നിന്നാകുന്നു ഈ ലോകങ്ങൾക്കൊക്കെയും ഉണ്മയുണ്ടായത്. ജൂദുമൻജാദൽ വുജൂദ വുജൂദുഹു ജാദൽ ജവാ ജംഅൻ വഫർഖൻ ബഅദ ജംഇൽ ജംഇ ലിർരിജാലി ജാൽ. ജൂദുമൻജാദൽ വുജൂദ വുജൂദുഹു, ഈ ഉണ്മയുടെ ലോകത്തുള്ള, പദാർത്ഥ ലോകത്തുള്ള, അദൃശ്യ ലോകത്തുള്ള, ഏത് ലോകത്തുമുള്ള ലോകത്തിന്റെ ഭാഗമായുള്ള സമസ്ത ലോകത്തെ സമസ്ത കണങ്ങൾക്കും വുജൂദ് എന്ന ഉണ്മയെ ദാനം ചെയ്തത് വുജൂദുഹു മുഹമ്മദ് നബിയുടെ ഉണ്മയാണ്. അള്ളാഹുവിന്റെ റസൂലില്ലെങ്കിൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രഭയില്ലെങ്കിൽ, വെളിച്ചമില്ലെങ്കിൽ, ഒളിവില്ലെങ്കിൽ ഈ വസ്തുക്കളെ ഒന്നും അല്ല പടക്കൂല. അതുകൊണ്ടാണ് ചില കല്ലുകൾ പ്രവാചകത്വം കിട്ടുന്നതിന് മുൻപ് യാ റസൂലല്ലാഹ് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞത്. സ്വഹീഹ് മുസ്ലിമിൽ കാണാ, ഇന്നി ലഅരിഫു ഹജറൻ സല്ലമ അലയ്യ ഖബല നുബുവ്വ, നുബുവ്വത്തിന്റെ മുൻപ് എന്നോട് സലാം പറഞ്ഞ കല്ലുകളെ എനിക്കറിയാം. യാ റസൂലല്ലാഹ് എന്നും പറഞ്ഞ് കല്ലുകൾ സലാം പറഞ്ഞത്. ഉടുമ്പുകൾ നബിയോട് സംസാരിച്ചത് വഅതാകൽ ഔദു യബ്കി വതദല്ലൽ ബൈന യദൈക വസ്തജാറക യാ ഹബീബി ഇൻദക ലബിയുൻ നഹൂറു. ഒട്ടകം അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് സലാം പറഞ്ഞുകൊണ്ടാണ് സംസാരിച്ചു തുടങ്ങുന്നത്.
മരങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ വന്നിട്ട് സലാം പറയുന്നു, യാ റസൂൽ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട്. കാരണം എന്താണ്? ഉർസില ഇലൈഹാ, അവകളിലേക്കൊക്കെ അല്ലാഹുവിന്റെ റസൂലാക്കപ്പെട്ടിരിക്കുന്നു. ഉർസിൽതു ഇലൽ ഖൽഖി കാഫ, സൃഷ്ടികളോ സകലത്തിലേക്കും ഞാൻ റസൂലാണ്. വിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ട്, വൈദ അഖദനാ മീസാഖൻ നബിയ്യീന എന്നും പറഞ്ഞ് നബിമാരുടെ ഉടമ്പടി സ്വീകരിച്ച ആയത്ത്. ആ ഉടമ്പടി സ്വീകരിച്ച് പറഞ്ഞിട്ട് പിന്നെ അല്ലാഹ് പറയുന്നു, ഒമിൻക ഒമിൻ നൂഹ്, തങ്ങളിൽ നിന്ന് പിടിച്ചു കരാർ, പിന്നെ നൂഹിൽ നിന്ന് പിടിച്ചു എന്നാ പറയുന്നത്. പിന്നെ ആ നൂഹ് നബിനെ പറയുന്നത്. അപ്പൊ സ്വഹാബികൾ ചോദിക്കാൻ, നബിയെ ഇതെന്താ കഥ? നബിമാരിൽ നിന്നൊക്കെ കരാറ് പിടിച്ചു എന്ന് കഴിഞ്ഞിട്ട് തങ്ങളിൽ നിന്ന് പിടിച്ചു, പിന്നെ നൂഹിൽ നിന്ന് പിടിച്ചു. നൂഹ് നബി ഏത് കാലത്താ, തങ്ങൾ ഏത് കാലത്താ? തങ്ങൾ എന്താ മുന്തിക്കാൻ? അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറയാ, കുന്തു അവ്വലൻ നബിയ്യീന ഖൽഖാ വആഖിറഹും ബഅസാ, നബിമാരുടെ എല്ലാം കൂട്ടത്തിൽ വെച്ച് ആദ്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നെയാണ്, ഞാനാണ് ആദ്യത്തെ സൃഷ്ടി. വആഖിറഹും ബഅസാ, എന്നെയാണ് നിയോഗിക്കപ്പെട്ട് റസൂലാക്കി പ്രത്യക്ഷ ലോകത്ത് പദാർത്ഥ ലോകത്ത് ആമിന പെറ്റ മുഹമ്മദായി വന്ന് റസൂലായി വരുന്നത് ഞാൻ അവസാനമാണ്. അപ്പൊ സൃഷ്ടിപ്പാൽ റസൂലുള്ള ആദ്യമായി വരണം. അള്ളാന്റെ റസൂല് ഔദ്യോഗികമായി റിസാലത്ത്, അള്ളാഹുവിന്റെ റസൂൽ എനിക്ക് നബുവത്ത് കിട്ടി 40 കൊല്ലം കഴിഞ്ഞിട്ടാ.